ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനും അതിലെ ഓരോ ടേംസും പിന്നെ അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഒരു പ്രോബ്ലത്തിനെ എടുത്ത് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പഠിക്കാം. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷനും ഇതിലെ ഓരോ ടേംസിൻ്റെ വാല്യൂസും അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ ആകെപ്പാടെ രണ്ട് വേരിയബിൾ മാത്രമുള്ളത്, ഒന്ന് ലാംഡയും ഒന്ന് എക്സും. ഈ രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ ഈ രണ്ട് ടേംസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമേ ലാംഡ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളി ഒന്നുകിൽ മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തരും. അതായത് ലാംഡ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മീൻ അല്ലെങ്കിൽ ആവറേജ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ലാംഡ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ മീൻ അഥവാ ആവറേജ് എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ ലാംഡ കാണാനുള്ള ഒരു ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു എൻ പി. ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തും ലാംഡയുടെ വാല്യൂ കാണാം. ഇതിൽ എൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യനിൽ തരുന്ന ഒരു ഫൈനൈറ്റ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ, ഇതാണ് എൻ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് എല്ലാ കേസിലും പോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതാണ് പി എന്ന് പറയുന്നത്. ഈ രണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കാണാൻ പറ്റും. അല്ലാതെ ചില കേസിലൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഡയറക്റ്റായിട്ട് വിത്ത് എ മീൻ അല്ലെങ്കിൽ വിത്ത് ആൻ ആവറേജ് എന്ന് പറഞ്ഞ് ലാംഡയുടെ വാല്യൂ ഡയറക്റ്റായിട്ട് തരാറുണ്ട്. തന്നില്ലെങ്കിൽ നമുക്ക് ലാംഡ ഈക്വൽ ടു എൻ പി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അടുത്ത വേരിയബിളാണ് എക്സ്. എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൻ്റെ ലാസ്റ്റിൽ ഡയറക്റ്റായിട്ട് അത് ഗീവൻ ചെയ്യുന്ന സാധനമാണ് എക്സ്. ഫോർ എക്സാമ്പിൾ, ഫ്രം എ കളക്ഷൻ ഓഫ് 50 വി സെലക്ട് ടു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ബിറ്റ്വീൻ 3 and 5, അല്ലെങ്കിൽ ഗെറ്റിംഗ് എ ഡിഫക്റ്റീവ് ഇൻ ബിറ്റ്വീൻ 3 and 6 എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യനിൽ പ്രോബിലിറ്റി കാണാൻ പറയുന്ന ആ സാധനമാണ് എക്സ് എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ. അതിൻ്റെ ലാംഡ എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ്. അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ കാണാനുള്ള ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു എൻ പി. എൻ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും, പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ്. അടുത്ത എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തരുന്ന ഒരു സാധനമാണ് എക്സ് എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്നാണല്ലോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അത് പഠിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്നിൻ്റെ വാല്യൂ 100-നേക്കാളും ചെറുതായിരിക്കണം എന്നൊരു എസെൻഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണമെങ്കിൽ. പക്ഷേ പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. എന്നിൻ്റെ വാല്യൂ എത്ര ഹൈ ആയാൽ തന്നെ നമുക്ക് പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. രണ്ട് വേരിയബിളാണുള്ളത്, ഒന്ന് ലാംഡയും ഒന്ന് എക്സും. ലാംഡ എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ ആവറേജ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നില്ലെങ്കിൽ കാണാനുള്ള ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു എൻ പി. എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെയാണ് പ്രോബിലിറ്റി കാണുന്നത്, അത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിരിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ടേംസ് എന്നൊക്കെയുള്ളത് മനസ്സിലാകും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ പ്രോഡക്റ്റ് ഓഫ് 0.5% ഡിഫക്റ്റീവ് 0.5% ഡിഫക്റ്റീവ് ഈസ് പാക്ക്ഡ് ഓൺ എ കാർട്ടൂൺ ഓഫ് 100. വാട്ട് പെർസെൻറ്റേജ് കണ്ടെയ്ൻസ് നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്. അതായത് 100 ആണ് ടോട്ടൽ നമ്പർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 0.5 ആണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നും. ആ രണ്ട് ടേം നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എടുത്ത് എഴുതി വെക്കണം. എൻ ഇസ് ഈക്വൽ ടു 100, പി ഇസ് ഈക്വൽ ടു 0.5% എടുത്തെഴുതി വെച്ചു. ഇനി നമുക്ക് ആദ്യമേ തന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്.
ഇത് ലാംഡയുടെയും എക്സിൻ്റെയും വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ആദ്യമേ നമുക്ക് എന്നിൻ്റെയും പിൻ്റെയും വാല്യൂ കിട്ടി. എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കുമെന്ന്, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ. ഇവിടെ 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫൈനൈറ്റ് നമ്പർ. അപ്പോൾ 100 ആണ് എന്നിൻ്റെ വാല്യൂ. ഇനി 0.5% ഡിഫക്റ്റീവ്, അതായത് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.5% ആണ്. അപ്പോൾ എന്നും കിട്ടി പിയും കിട്ടി. നമുക്കപ്പോൾ ലാംഡ ഡയറക്റ്റ് ആയിട്ട് ലാംഡ ഈസ് ഈക്വൽ ടു എൻ പി എന്നൊരു ഇക്വേഷൻ ഉണ്ട്, അതിൽ നിന്ന് കാണാം. അതായത് എൻ എന്ന് പറയുന്നത് 100 ആണ്, പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0.5% ആണ്. അതായത് 0.5 × 100. എനിക്ക് 100 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു 0.5 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി എക്സിൻ്റെ വാല്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഇക്വേഷനിലോട്ട് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇക്വേഷൻ എഴുതാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡയുടെ സ്ഥാനത്ത് ഇ റേസ് ടു -5 ഇൻറ്റു 0.5 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണെന്ത് എനിക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താൽ മാത്രം മതി. ഇത്രയും എങ്ങനെ വന്നത് മനസ്സിലായോ? നമ്മുടെ ഇക്വേഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് എന്നിൻ്റെ വാല്യൂ 100 ആണെന്ന് കിട്ടി, പിയുടെ വാല്യൂ 0.5 ആണെന്നും കിട്ടി. അപ്പോൾ എൻ ഇൻറ്റു പി ചെയ്തപ്പോൾ 100 × 0.5/100 ലാംഡ ഈസ് ഈക്വൽ ടു 5 എന്ന് എനിക്ക് 0.5 എന്ന് കിട്ടി. അപ്പോൾ ലാംഡയുടെ വാല്യൂ കിട്ടി, ഞാനിവിടെ കൊടുത്തു. ഇനിയുമുള്ളത് എക്സിൻ്റെ വാല്യൂ കാണണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വാട്ട് പെർസെൻറ്റേജ് കണ്ടെയ്ൻ നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്. അതായത് ഡിഫക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ എണ്ണം 3ൽ കൂടാൻ പാടില്ല. 3ൽ കൂടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആകാം, ഒരെണ്ണം പോലും ഡിഫക്റ്റീവ് അല്ലാതെ കിട്ടാം. അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആകാം, ഒരെണ്ണം ഡിഫക്റ്റീവായിട്ട് കിട്ടാം. അല്ലെങ്കിൽ 2 ആകാം, 2 എണ്ണം ഡിഫക്റ്റീവ് ആകാം. അതും അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 3 എണ്ണം ഡിഫക്റ്റീവായിട്ട് കിട്ടാം. അതിൽ കൂടുതലൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം നോട്ട് മോർ ദാൻ 3 എന്നാണ് പറഞ്ഞേക്കുന്നത്. 3 കൂടുതൽ ഡിഫക്റ്റീവ് വരാൻ പാടില്ല, അപ്പോഴത്തെ ചാൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി എക്സിന് സ്വീകരിക്കാവുന്ന വാല്യൂസ് ഒന്നെങ്കിൽ 0, ഒരെണ്ണം ഡിഫക്റ്റീവ് ആകത്തില്ല. അല്ലെങ്കിൽ 1, ഒരെണ്ണം ഡിഫക്റ്റീവ് ആകും. അല്ലെങ്കിൽ 2, 2 എണ്ണം ഡിഫക്റ്റീവ് ആകും. അല്ലെങ്കിൽ 3, 3 എണ്ണം ഡിഫക്റ്റീവ് ആകും. ഇത്രയും വാല്യൂസാണ് എക്സിന് സ്വീകരിക്കാവുന്നത്. ഈ 4 വാല്യൂസും ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടും. അതിൻ്റെ എല്ലാം ടോട്ടൽ സമ്മാണ് ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ 4 വാല്യൂസും ഈ ഇക്വേഷൻ കൊടുത്ത് നോക്കാം. ആദ്യമേ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 എന്ന് നമ്മൾ വിളിക്കും. എക്സിന് 1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 1 എന്ന് വിളിക്കും. പ്ലസ് എക്സിന് 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2, പ്ലസ് എക്സിന് 3 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 3. ഇത്രയുമാണെന്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ സമ്മ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആദ്യം ഇക്വേഷൻ ഇ റേസ് ടു -0.5 റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയലാണ്. ആദ്യമേ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതായത് ഇ റേസ് ടു -0.5 ഇൻറ്റു 0.5 റേസ് ടു 0 ബൈ 0 ഫാക്ടോറിയൽ. പ്ലസ് അടുത്ത എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ ഇ റേസ് ടു -0.5 ഇൻറ്റു 0.5 റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ. അടുത്ത എക്സിന് 2 കൊടുക്കുമ്പോൾ ഇ റേസ് ടു -0.5 ഇൻറ്റു 0.5 റേസ് ടു 2 ബൈ 2 ഫാക്ടോറിയൽ. പ്ലസ് എക്സിന് 3 കൊടുക്കുമ്പോൾ ഇ റേസ് ടു -0.5 ഇൻറ്റു 0.5 റേസ് ടു 3 ബൈ 3 ഫാക്ടോറിയൽ. ഇത്രയും 4 വാല്യൂസ് നമ്മൾ കിട്ടി. ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 0.998 എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്രോഡക്റ്റ് ഓഫ് 0.5% ഡിഫക്റ്റീവ് ഈസ് പാക്ക്ഡ് ഓൺ എ കാർട്ടൂൺ ഓഫ് 100. വാട്ട് പെർസെൻറ്റേജ് കണ്ടെയ്ൻസ് നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എഴുതി. അവിടുന്ന് 2 വേരിയബിളാണുള്ളത്, ലാംഡയും എക്സും. ലാംഡയുടെ വാല്യൂ എൻ ഇൻറ്റു പി ആണ്. എന്നിൻ്റെയും പിൻ്റെയും വാല്യൂ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. അത് വെച്ച് ലാംഡയുടെ വാല്യൂ കണ്ടു. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നോട്ട് മോർ ദാൻ 3. അതായത് എക്സിന് സ്വീകരിക്കുന്ന വാല്യൂസ് ഒന്നെങ്കിൽ 0, 1, 2, 3 ആണ്. ഈ എക്സിൻ്റെ ഈ കറസ്പോണ്ടിങ് വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചു. അതായത് ഈ ഇക്വേഷനിലോട്ട് എക്സിന് 0, 1, 2, 3 കൊടുത്തു. അതിൻ്റെ എല്ലാം ടോട്ടൽ സം കിട്ടി. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോയ്സോൺസ് ഡിസ്ട്രിബ്യൂഷൻ ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ലാംഡ മീൻ അല്ലെങ്കിൽ ആവറേജ്, അതും അല്ലെങ്കിൽ എൻ പി എന്നൊരു ഇക്വേഷൻ ഉണ്ട്.
എക്സ് ക്വസ്റ്റ്യനിൽ തരും. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആൻസർ കാണാം. തരുന്ന ഇക്വേഷനിലോട്ട് ലാംഡയുടെ വാല്യൂ കൊടുക്കുക. ഇനി എക്സിന് സ്വീകരിക്കുന്ന ഓരോ വാല്യൂസിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഇതുപോലെ കാണുക. അതിൻ്റെ എല്ലാം ടോട്ടൽ സം കാണുക. ഇതാണ് പോയിസോൺസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.